ഹലോ നമസ്കാരം. നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ് 10 ഈ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഞാനിത് സ്പീഡിൽ നിങ്ങൾ എടുത്തു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് എന്നാന്നൊന്നും തുടങ്ങത്തില്ല. അപ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ റിവിഷനായിട്ട് കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോട്ട്സെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിച്ച് പഠിപ്പിക്കാമല്ലോ. നേരിട്ട് ഞാൻ ഒന്നും കൂടെ പഠിപ്പിക്കാം. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്ത ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ട് സംശയങ്ങളൊക്കെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ പറയണം. ഇനി ഞാൻ ക്ലാസ് ഒന്നും കൂടെ എടുക്കുക മീൻസ് എടുക്കത്തുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ യൂണിറ്റ് 10 ആണ്, അടുത്ത ചാപ്റ്ററാണ് റെയറിങ് ഓഫ് റാബിറ്റ്സ് ആൻഡ് ലബോറട്ടറി റോഡൻസ്. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. റെയറിങ് എന്ന് വെച്ചാൽ എന്താണ്? വളർത്തുന്നത് അറിയാമല്ലോ. റാബിറ്റ് അറിയാലോ, മുയലുകൾ. ഇനി ലബോറട്ടറി റോഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? റാറ്റ്സും മൈസും ഒക്കെ വരുന്നതാണ്. ലബോറട്ടറി റാറ്റുണ്ട്, ലബോറട്ടറി മൈസുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ അതാണ് കംപ്ലീറ്റ് പഠിക്കാനുള്ളത്. ഇത് കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. ഇത് കുറേ സമയം പിടിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ലബോറട്ടറി റോഡൻസിനെ പറ്റിയിട്ടും റാബിറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു എസ്സേ പോലെ വരുന്നതാണ്. എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റ്സിൽ നിങ്ങൾ കണ്ട ഇമ്പോർട്ടൻസ് ഓഫ് റാബിറ്റ്സ് ആൻഡ് ലബോറട്ടറി റോഡൻസ്, അതായത് എന്തൊക്കെയാണ് റാബിറ്റ്സിൻ്റെ, എന്തിനാണ് ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. റാബിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ലബോറട്ടറി റോഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ഇവരെ വളർത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ലാബുകളിൽ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. ലാബ് എന്ന് വെച്ചാൽ ലബോറട്ടറി മീൻസ് അറിയാമല്ലോ, പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, ഗവേഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്. അതൊരു എസ്സേ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ പറയാൻ കാര്യം ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരാം. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അനിമൽസിനെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനുഷ്യരുടെ അതേപോലത്തെ സ്ട്രക്ചർ തന്നെയാണ്. അതായത് സെയിം ഹാർട്ട്, ലങ്സ്, ലിവർ, അങ്ങനെയുള്ള എല്ലാ ഓർഗൻസും നമ്മുടെ ഇതിനകത്തുള്ള അതേ ഫങ്ഷൻസ് തന്നെയാണ്. എല്ലാം ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പം നമ്മളുടെ അതിനകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ മനുഷ്യരുടെ ആരും സമ്മതിക്കത്തില്ല. അപ്പോൾ ലൈവായിട്ട് നമുക്ക് അനിമൽസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ട്. ഇപ്പോൾ മെഡിസിൻസ് ആയാലും ഇപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം തന്നെ എന്താണ്, നമ്മൾ വാക്സിൻ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ അനിമൽസിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ, ഹ്യൂമനിലോട്ട് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അനിമൽസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി യൂസസ് നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എസ്സേ ചോദിക്കുന്നത് എന്തൊക്കെയാണ് യൂസസ് ഓഫ് ലബോറട്ടറി ആനിമൽസ് ആണ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. ശരിക്കും പറഞ്ഞാൽ 7 പോയിൻറ്റ്സ് ഉണ്ട്. 7 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പം നിങ്ങളിപ്പോൾ വായിച്ച് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അത്ര മനസ്സിലാവത്തില്ല. പക്ഷേ നിങ്ങളുടെ രീതിയിൽ ഈ 7 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോർഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഫണ്ടമെൻ്റൽ ബയോളജിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? ബയോളജിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച് എന്താണ് നമ്മൾ പറയുന്നത്? യൂസസ് ഓഫ് ലബോറട്ടറി റാറ്റ്സ് ആണ്. അതായത് ലബോറട്ടറി റാറ്റ്സ് അല്ലെങ്കിൽ ലബോറട്ടറി അനിമൽസിനെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ ഒന്ന് ഫസ്റ്റ് പോയിൻ്റാണ്. എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ ബയോളജിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച്, അതായത് മെഡിസിന് വേണ്ടിയിട്ടൊക്കെ. റിസർച്ച് മീൻസ് എന്താണ്? നമ്മൾ ഗവേഷണം നടത്താൻ, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അത് കാരണം നമുക്ക് എന്ത് പറ്റുന്നുണ്ട്? വി ക്യാൻ സ്റ്റഡി ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓഫ് അനിമൽ ബോഡി. അതായത് അനിമൽ ബോഡിയുടെ ഡിഫറെൻറ്റ് ടിഷ്യൂസ്, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, അങ്ങനെ ടിഷ്യൂസിനെ പറ്റിയിട്ടെല്ലാം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ MBBS പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഫീൽഡ് ഉണ്ടല്ലോ. സയൻസ് ഫീൽഡ് കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണ്? ഈ അനിമൽസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ പഠിച്ച് സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ട് ഹ്യൂമൻ്റെ പഠിച്ച് അങ്ങനെ ഒരുപാട് പണ്ട് മുതലേ റിസർച്ച് നടത്തിയതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇപ്പോഴും റിസർച്ച് നടത്തുന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ ഒരിക്കലും അവസാനിക്കത്തില്ല. ലേറ്റസ്റ്റ് കാര്യങ്ങളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് നമ്മുടെ അനിമൽ ബോഡിയുടെ ഡിഫറെൻറ്റ് ടിഷ്യൂസിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനാണ്? സോ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ടിഷ്യൂസ്, അങ്ങനെ നമ്മളുടെ ടിഷ്യൂസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അനിമൽസിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്, ഫങ്ഷനൊക്കെ അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളുടെ ഹ്യൂമൻ ടിഷ്യൂസ് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്
അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, ഡെവലപ്പിംഗ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസസ്. ന്യൂ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ചികിത്സ അറിയാലോ, പല അസുഖങ്ങൾക്കും, അതായത് ഇപ്പോൾ പല അസുഖങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം ക്യാൻസർ അല്ലേ, ക്യാൻസർ ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്, അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ട്, ജെനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പോൾ ഇതിനൊന്നും എന്ത് കണ്ടുപിടിച്ചിട്ടില്ല, ശരിക്കും മെഡിസിൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയാൻ ഒരു 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 പരിധി വരെ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പനി വരുമ്പോഴുള്ള മരുന്ന് പോലെ നമുക്ക് ഇതിനടുത്ത് മരുന്നുകളില്ല അല്ലേ. ഇപ്പോൾ ക്യാൻസറിനായാലും കീമോതെറാപ്പി അങ്ങനത്തെയൊക്കെ ഉള്ളൂ, എയ്ഡ്സ് ആയാലും ആ ഒരു പ്രിവെൻഷൻ നടത്താനേ ഉള്ളൂ, അങ്ങനെ അല്ലാതെ ഇപ്പോൾ മരുന്നുകൾ പ്രത്യേകിച്ചില്ല. അൾഷിമേഴ്സ് ഡിസീസും എന്തേ ഉള്ളൂ, നമുക്ക് അങ്ങനെ ഓർമ്മക്കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മരുന്നൊന്നുമില്ല. ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിസീസസിൻ്റെ നമുക്ക് നല്ലതുപോലെ പ്രോപ്പർ ക്യൂർ നമ്മൾ നോക്കണമെങ്കിൽ അനിമൽ മോഡൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അനിമലിൻ്റെ മോഡലുകൾ, അതായത് ഇപ്പം അതേ അസുഖമുള്ള അനിമൽസിൻ്റെ മോഡൽസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള ഡിസീസസിനകത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ മെഡിസിൻസ് ഓർ വാക്സിൻസ് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കോവിഡിൻ്റെ നമ്മൾ വാക്സിൻസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും നമ്മളിലല്ല ആദ്യം നോക്കുന്നത്, എല്ലാം ഏതിലാണ് നോക്കുന്നത്, അനിമൽസിലാണ് നോക്കുന്നത്. അപ്പോൾ അനിമൽ മോഡൽസ് കണ്ടുപിടിക്കും. അതാണിപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഡെവലപ്പിംഗ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസസ്. നിങ്ങൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഇങ്ങനെ എഴുതി പോയാൽ മതി, അല്ലാതെ ഞാൻ പറയുന്ന എല്ലാം ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമുക്കിനി അടുത്ത നേരിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ടോപ്പിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്, ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റ് മാത്രം പഠിച്ചു പോയാൽ മതി. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കോളാം, പ്രിപ്പറേഷൻ ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ്ഡ് ഇൻ മെഡിക്കൽ റിസർച്ച് ഓർ ട്രീറ്റ്മെൻറ്റ്. അതായത് നാച്ചുറൽ പ്രോഡക്ട്സ് മീൻസ് മെഡിക്കൽ റിസർച്ചിനും ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള, അതായത് പിന്നെ ആൻറ്റിബോഡീസ്. നമ്മളിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആൻറ്റിബോഡീസ്, അതായത് റേബീസ് ഇമ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ, റേബീസിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്, പോളിയോ വാക്സിൻ ഉണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഒക്കെ. ഇതൊക്കെ നമ്മൾ ഇമ്മ്യൂണോളജി വൈറോളജി ഒക്കെ എടുക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങൾ ആൻറ്റിബോഡി കേട്ടിട്ടുണ്ടല്ലോ, ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനിമൽസിനെ ഉപയോഗിക്കാം. ആൻറ്റിബോഡീസ് മീൻസ് ഇതേപോലെ തന്നെ ആൻറ്റിബോഡി എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇമ്മ്യൂണിറ്റി അല്ലേ, റെസിസ്റ്റൻസ്. അപ്പോൾ ആ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് നമുക്ക് ഈ അനിമൽസിനെ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അതാണ് അനിമൽസ് ക്യാൻ പ്രൊഡ്യൂസ് യൂസ്ഫുൾ മെഡിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ദ ബ്ലഡ് ഓർ മിൽക്കിനകത്ത് അവർ തന്നെ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ആൻറ്റിബോഡീസ് പോലെയുള്ള മെഡിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതൊരു ഉപയോഗമാണ്. അടുത്ത ഉപയോഗം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഫോർ ദ സേഫ്റ്റി ടെസ്റ്റിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ്. സേഫ്റ്റി ടെസ്റ്റിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഡേ ടു ഡേ ലൈഫിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കെമിക്കൽസും മെഡിസിൻസും ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ്, നമ്മൾ വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കോസ്മെറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്, സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. കെമിക്കൽ യൂസ്ഡ് ഇൻ ഫാമിംഗ് ഓർ ഇൻഡസ്ട്രി, ഫാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻസിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ അനിമൽസിലും ഹ്യൂമൻസിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത്, അതായത് അനിമൽസിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ സൗന്ദര്യ വസ്തുക്കളായാൽ പോലും നമ്മൾ ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉപയോഗിക്കാൻ പറ്റില്ല, അലർജി ഉണ്ടാക്കുന്നതാണ്, റിയാക്ഷൻ ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ശരിക്കും കമ്പനിക്ക് കൊടുത്തിട്ട് കമ്പനിയായി അവർ കേസ് ഫയൽ ചെയ്യും, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഈ എല്ലാ കമ്പനി, ഇപ്പോൾ എക്സാമ്പിൾ ഫെയർ ആൻഡ് ലവ്ലി അതുപോലെ തന്നെ എന്താണ്, അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അനിമൽസിലൊക്കെ ടെസ്റ്റ് ചെയ്ത് പണ്ട് മുതലേ കണ്ടുപിടിച്ചതാണ്, ഒരു കുഴപ്പവുമില്ല, അതുപോലെ തന്നെ ഇഫക്റ്റ് വരുന്നുണ്ട്, സൗന്ദര്യ വസ്തുക്കളാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, സേഫായിട്ടുള്ള പ്രോഡക്ട്സുകൾ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും ഉപയോഗിക്കുന്നത്, അനിമൽസിനെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് സേഫ്റ്റി ടെസ്റ്റിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ്. ഡ്രഗ്സ് എന്ന് വെച്ചാൽ മെഡിസിൻസ്. ഇപ്പോൾ എക്സാമ്പിൾ ടെസ്റ്റിംഗ് ഓഫ് കോസ്മെറ്റിക്സ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസെക്ടിസൈഡ്സ് എന്ന് വെച്ചാൽ എന്താ, കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡിസിൻഫെക്റ്റൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അണുനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ന്യൂവർ ഡ്രഗ്സ് എന്ന് വെച്ചാൽ പുതിയ മരുന്നുകൾ. ഇപ്പോൾ പുതിയ മെഡിസിൻ തന്നെയാണെങ്കിൽ, ഇപ്പോൾ കോവിഡിനൊക്കെ പുതിയ മെഡിസിനൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അനിമൽസിനും ഉപയോഗിക്കുന്നുണ്ട്, ലാബ് അനിമൽസിനും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത, ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ഡിസീസസ്. എന്താണ് ന്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പുതിയ കണ്ടുപിടുത്തം. പല ഡിസീസും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, ഡയഗ്നോസിസ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പം നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ക്യാൻസർ ആയിരിക്കും, നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. കുറേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ വയറുവേദനയായിട്ട് പോകുന്നുണ്ടാവും, അപ്പോൾ കുറേ മരുന്നുകളൊക്കെ തരുന്നുണ്ട് ശരിക്കും. പക്ഷേ നമ്മൾ കണ്ടുപിടിച്ച് സ്കാൻ ചെയ്തൊക്കെ കണ്ടുപിടിച്ചാലേ
സാധാ സ്കാനിങ്ങിലും പറ്റില്ല, CT സ്കാനിങ്ങിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ക്യാൻസർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഡയഗ്നോസിസ് കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആകത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ പിന്നെയും വയറുവേദന എടുത്തുകൊണ്ടിരിക്കും. നല്ലതുപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല, എന്താണോ അസുഖം കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ലാബ് അനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അനിമൽസ് ടെസ്റ്റ് ഉപയോഗിക്കാം, ഇനി ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കാം, ഒക്കെ നമുക്ക് ഡയഗ്നോസിസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ പല ഡിസീസസും ഡയഗ്നോസ് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ ഉപയോഗിക്കുന്നുണ്ട്, ഈ ലാബ് അനിമൽസിനെ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത പോയിന്റ്, നമ്മളിനി ഇതൊന്നും അല്ല ആസ് എ പെറ്റായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ പെറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, പെറ്റ് മീൻസ് ഓമന മൃഗങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഡൊമസ്റ്റിക് അല്ല, ഓമന മൃഗങ്ങളായിട്ട് നമുക്ക് വെറുതെ കൊഞ്ചിച്ചൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗിനി പിക്സ്, ലണ്ടനിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഗിനി പിക്സിന് ഉപയോഗിക്കാം, ഗിനി പന്നികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില റാബിറ്റിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ, നമുക്ക് എക്സ്പെരിമെൻറ്റിനൊന്നും അല്ല, നമ്മൾ വെറുതെ രസത്തിന് വേണ്ടിയിട്ട് പല വീടുകളിലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലാബ് അനിമൽസ്, ലബോറട്ടറി റാറ്റിനെ, മൈസിനെയൊക്കെ ചിലർ ഇവിടെങ്ങും അല്ല പുറത്തൊക്കെ ആയിട്ട് അവർ നല്ല പെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ ഡോഗിനെയും ക്യാറ്റിനെയൊക്കെ ഉപയോഗിക്കുന്ന പോലെ, ബേർഡ്സിനെയൊക്കെ ഉപയോഗിക്കുന്ന പോലെ അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലബോറട്ടറി ആനിമൽസിനെ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ദേ ആർ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ഹാൻഡിൽ. അതായത് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, ഹാൻഡിൽ ചെയ്യാൻ, കാരണം ചെറുതല്ലേ, അതുകൊണ്ട് വളരെ എളുപ്പമാണ്. സോ മെനി ഓഫ് ദം ആർ യൂസ്ഡ് ആസ് ഹൗസ് ഹോൾഡ് പെറ്റ്സ്, എസ്പെഷ്യലി റാബിറ്റ് ആൻഡ് വൈറ്റ് റാറ്റ്. റാബിറ്റിനെയും വൈറ്റ് റാറ്റ്, വെള്ള കളറിലുള്ള റാറ്റിനെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിനെയൊക്കെ സാധാരണയായിട്ട് പെറ്റ് അനിമൽസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഉപയോഗിക്കുന്ന റാബിറ്റ് ഫാമിംഗ് ഫോർ മീറ്റ് ഓർ ഫർ ഓർ ഹൈഡ്. അതായത് നമ്മൾ റാബിറ്റ് മീറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, റാബിറ്റിൻ്റെ കാര്യമാണ്. ലാസ്റ്റ് പോയിൻ്റാണ്. റാബിറ്റിന് ഫാമിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമുക്ക് വളരെ നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, വരുമാനത്തിനെയും കാട്ടി എംപ്ലോയ്മെൻറ്റ്, എസ്പെഷ്യലി വിമൺ ആൻഡ് അൺഎംപ്ലോയ്ഡ് യൂത്ത്. അതായത് ഇപ്പം നമുക്ക് തന്നെ ലേഡീസിനൊക്കെ ഉപയോഗിക്കാം, ലേഡീസ് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ലേഡീസിനെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ അൺഎംപ്ലോയ്ഡ് യൂത്ത് എന്ന് വെച്ചാൽ പിന്നെ ചില ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ജോലിയൊന്നും ആയി വരുന്നേലേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, റാബിറ്റ് ഫാമിങ് സുഖമായിട്ട് ഉപയോഗിക്കാം. വളരെ പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാമിങ്ങാണ് റാബിറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, റാബിറ്റ് മീറ്റിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ലോ ഇൻ കൊളസ്ട്രോൾ വളരെ കുറവാണ്, ഫാറ്റ് കുറവാണ്, ബട്ട് ഹൈ ഇൻ പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതാണ് അല്ലേ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മീറ്റാണ്. ദെൻ അതുപോലെ തന്നെ ഏജ്ഡ് പീപ്പിൾ ക്യാൻ കൺസ്യൂം ആൻഡ് ഡൈജസ്റ്റ് റാബിറ്റ് മീറ്റ് ഈസിലി. അതായത് പ്രായമുള്ള പിന്നെ ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ റാബിറ്റിൻ്റെ മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ബീഫും ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈവൻ ചിക്കൻ ആണെങ്കിൽ പോലും അവർക്ക് കടിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രായമുള്ള ആൾക്കാർക്ക് റാബിറ്റിൻ്റെ മീറ്റ് വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും. ദെൻ ദേ ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ് ഫാസ്റ്റർ. അതായത് വളരെ പെട്ടെന്ന് വളരുന്നുണ്ട്, റീപ്രൊഡക്ഷനും വളരെ പെട്ടെന്ന് ആക്കുന്നുണ്ട്. റീച്ച് അബൌട്ട് 2 kg ബോഡി വെയ്റ്റ് ഇൻ 12 weeks. അതായത് 12 ആഴ്ചയാകുമ്പോൾ അവരെത്ര ബോഡി വെയ്റ്റ് ഉണ്ടാവുന്നുണ്ട്, 2 kg ബോഡി വെയ്റ്റ് ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 12 ആഴ്ചയിൽ തന്നെ 2 kg ബോഡി വെയ്റ്റ് വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. ആൻഡ് ദെയർ വിൽ ബി 2 to 8 ബണ്ണീസ് പെർ ലിറ്റർ. ബണ്ണീസ് എന്ന് വെച്ചാൽ കുട്ടികൾ. അപ്പോൾ ഒരു ലിറ്റർ എന്ന് വെച്ചാൽ ഒരു പ്രസവത്തിൽ തന്നെ എത്ര ഉണ്ടാവുന്നുണ്ട്, 2 മുതൽ 8 വരെ കുട്ടികളെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഹാവ് എക്സലൻറ്റ് ഫീഡ് കൺവേർഷൻ എഫിഷ്യൻസി. FCR നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. അതായത് എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മീറ്റായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ക്യാൻ ത്രൈവ് ഓൺ മെറ്റീരിയൽസ് നോട്ട് യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ലൈക്ക് ഗ്രാസ്, ലീവ്സ് എക്സെട്ര. സാധാ പുല്ലുകൾ, ലീവ്സൊക്കെ വെച്ചിട്ട് തന്നെ ഇവരെ വളർത്താൻ പറ്റുന്നതാണ്. ദെൻ റാബിറ്റ് ബ്രീഡ്സിൽ അങ്കോറ എന്ന് പറയുന്ന ബ്രീഡുണ്ട്. ദേ വിൽ ഈൽഡ് ഫർ എന്ന് വെച്ചാൽ എന്താണ്, ഈ പൊതുപ്പ്, അതായത് കമ്പിളി പോലെയുള്ളത്. ഫർ മീൻസ് അറിയാമല്ലോ, ഇങ്ങനെ ആ രോമത്തിനെ നമ്മൾ ഹെയർ എന്നല്ല, ഇവിടെ നമ്മൾ ഫർ എന്നാണ് പറയുന്നത്. ആ ഹെയർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ അങ്കോറയ്ക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ദ റിക്വയർഡ് ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ സ്റ്റാർട്ടിംഗ് റാബിറ്റ് ഫാമിംഗ് ബിസിനസ് ഈസ് വെരി ലോ. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു റാബിറ്റ് ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് മതി, കുറച്ച് ചെറിയൊരു കൂടൊക്കെ മതി. ദെൻ റാബിറ്റ്സ് ആർ സ്മോൾ സൈസ്ഡ് ആനിമൽസ്, വളരെ ചെറിയ സൈസാണ്. സോ ദി റിക്വയർ ലെസ് സ്പേസ് വളരെ കുറച്ച് മതി, ഫീഡ് കുറച്ച് മതി, കെയർ ആൻഡ് മാനേജ്മെൻറ്റ് കുറച്ച് മതി, അധികം നമ്മളങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ദെൻ യു ക്യാൻ ഈസിലി റേസ് റാബിറ്റ്സ് ഇൻ യുവർ ഫാം ബാക്ക് യാർഡ്. അതുപോലെ തന്നെ റാബിറ്റ്സിനെ ഇനി നമുക്ക് വീടൊന്നും ഇല്ലെങ്കിൽ പോലും ഫാമിലാക്കാം. പിന്നെ ബാക്ക് യാർഡ്, അടുക്കള മുറ്റത്തായി വളർത്താം, ദെൻ ടെറസിൽ വളർത്താം, ഈവൻ അറ്റ് ഹോം, വീട്ടിൽ വരെ നമുക്ക് വളർത്താവുന്നതാണ്. അതാണ് റാബിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് പിന്നെ യൂസസ് ഓഫ് ലബോറട്ടറി ആനിമൽസ്.
ലബോറട്ടറി ആനിമൽസിൻ്റെ യൂസസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് നമുക്ക് 7 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫണ്ടമെൻ്റൽ ബയോളജിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ചിന് ഉപയോഗിക്കുന്നു. ദെൻ രണ്ടാമത്തെ ഡെവലപ്പിംഗ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസസ്. അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ്ഡ് ഇൻ മെഡിക്കൽ റിസർച്ച് ഓർ ട്രീറ്റ്മെൻറ്റ്. ദെൻ സേഫ്റ്റി ടെസ്റ്റിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ്. Then development of new diagnostic test for diseases, then as pets, then rabbit farming for meat, fur or hide. അപ്പോൾ ഇത്രയാണ് പിന്നെ യൂസസ്, നമ്മൾ ലബോറട്ടറി ആനിമൽസിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്കുകളൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, മൗസിനെ ഹാൻഡിൽ ചെയ്യുന്നതുണ്ട്, പിന്നെ അതുപോലെ തന്നെ റാബിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, റാറ്റിനെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ. പിന്നെ റാബിറ്റിനെ പറ്റിയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ്. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കും കേട്ടോ, എസ്സേ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്.